ഞാനും സജിനും ഞങ്ങളുടെ പക്ക അറേഞ്ച്ഡ് മാരേജാണ്. എൻ്റെ അച്ഛനും സജിൻ്റെ അച്ഛനും ഫ്രണ്ട്സാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാനൊരു പ്രപ്പോസൽ വരുന്നത്. ഫസ്റ്റ് വന്നു, പെണ്ണ് കാണാൻ വന്നു. ഞങ്ങൾ നന്നായിട്ട് കുറേ സംസാരിച്ചു. നമുക്ക് ഫസ്റ്റ് കാണുമ്പോൾ തന്നെ അറിയാലോ, സംസാരിക്കുമ്പോൾ നമുക്കൊരു എന്താ പറയുക, ഒരു സ്പാർക്ക് കിട്ടും, അല്ലെങ്കിൽ ഒരു വൈബ് കിട്ടും. അങ്ങനെ ഞാൻ ഓക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ കൂടുതൽ നമ്പർ എക്സ്ചേഞ്ച് ചെയ്ത് കൂടുതൽ സംസാരിച്ചു. പിന്നെ കുറച്ച് പുറത്തേക്കൊക്കെ പോയി. പിന്നെ നമ്മൾ കുറേ ഡ്രൈവ് ഒക്കെ പോകും. മെയിനായിട്ട് ഞങ്ങൾ ഡ്രൈവ് പോവുക, അതാണ്. അപ്പോൾ കൂടുതൽ നമുക്ക് സംസാരിക്കാനും ആളുടെ ഇഷ്ടം എൻ്റെ ഇഷ്ടം അങ്ങനെ മനസ്സിലാക്കാനും പറ്റും. അങ്ങനെ ഞങ്ങൾ കൂടുതൽ അടുത്തു, കൂടുതൽ ഇഷ്ടമായി. ഒരു ഹസ്ബൻഡ് അതിനേക്കാൾ ഉപരി എന്നെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു ഫ്രണ്ടാണ് എനിക്ക്. എട്ടാം സമയം വേഗം എല്ലാ സമയം പോകും. അഞ്ജു എന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതലേ ഭയങ്കര കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള, അതുപോലെ തന്നെ ഭയങ്കര ലവ്ലി ആയിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ ഫാമിലി, ഞങ്ങളുടെ ഒരു മൈക്രോ ഫാമിലി ആണെങ്കിലും ഞങ്ങളുടെ ചുറ്റുള്ള എല്ലാവരും ഒരുമിച്ച് നിൽക്കണം, അങ്ങനെ ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ്. പിന്നെ ഞങ്ങളുടെ ചെറുപ്പം മുതലേ എപ്പോഴും ഞങ്ങൾ രണ്ടുപേരും തമ്മിലാണ് ഏറ്റവും കൂടുതൽ ഫ്രണ്ട്ഷിപ്പ്. അവളെ സംബന്ധിച്ചാണെങ്കിലും ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും അവളുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് ഞാനും അച്ഛനും അമ്മയൊക്കെ തന്നെയാണ്. എന്നെ സംബന്ധിച്ച് അങ്ങനെ തന്നെ. അപ്പോൾ എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും എല്ലാ രഹസ്യങ്ങളും ഉണ്ടെങ്കിലും ഞങ്ങൾ പരസ്പരം ഷെയർ ചെയ്യാറുണ്ട്. ഇപ്പോൾ സജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സജിനും അങ്ങനെ തന്നെ. ഞങ്ങളുടെ വീട്ടിലേക്ക് അവളെ പോലെ തന്നെ, അതുപോലെ അല്ലെങ്കിൽ എന്നെ പോലെ തന്നെ വന്നിട്ടുള്ള ഒരാൾ എന്നുള്ള രീതിയിലാണ് സജിനെ ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ചേട്ടൻ ഭയങ്കര കെയറിങ് ആണ്, എല്ലാവരും പറയണ പോലെ. പക്ഷെ ആള് നല്ല എല്ലാം കേൾക്കും. അതായത് ആളുടെ അഭിപ്രായം മാത്രമല്ല, എൻ്റെ അഭിപ്രായം കേൾക്കും. എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് തരും. എന്തൊരു കാര്യത്തിലായാലും ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇതാണെങ്കിൽ നീ ചെയ്ത് നോക്കുക, അങ്ങനെയൊക്കെ ഉള്ളൊരു കോൺഫിഡൻസ് തരും. ഞങ്ങളുടെ 4 പേരുടെയും മാത്രമായിരുന്ന ഒരാൾ പ്രത്യേകിച്ച് ഒരു ഫാമിലിയുടേത് കൂടി ആകുമ്പോൾ ഞങ്ങൾക്ക് എന്താ പറയുക, കൂടുതൽ സന്തോഷം നൽകുന്നതും എന്നാൽ അതിലുപരി ഒരു വിഷമത്തിൻ്റെതായിട്ടുള്ളൊരു കണിക നൽകില്ല. കുഞ്ചി കുഞ്ചി വരവാ പട 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 പടവന എന്റെ കണ്ണമ്മ നീ തൊട 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 തുടിക്കത് എന്റെ നെഞ്ചമ്മ സില 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 സിലുവനെ കൊഞ്ചം ചെല്ലമ്മ സട 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 മഴയന വന്നേ കണ്ണമ്മ. നല്ല കപ്പലാണ്, അതിലുപരി നല്ല ഫ്രണ്ട്സാണ്. അവരുടെ ജീവിതത്തിൽ എല്ലാവിധ ഭാവുകങ്ങളും ഉണ്ടാവട്ടെ, ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ, പൂർവികന്മാരുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കും. എന്താ പറയാ, ഫുൾ ടൈം ഹാപ്പി ആയിട്ടുള്ള, ഇടയ്ക്കിടയ്ക്ക് തല്ലുകൂട്ടം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. പക്ഷെ അത് രസമാണ്. നമ്മൾ തല്ലുകൂടുന്നു, വീണ്ടും പാച്ചപ്പോൾ വീണ്ടും തല്ലുകൂടുന്നു, നല്ല രസമാണ് അത്. നെഞ്ചിലെ ആർപ്പാട്ടമാ നീ വന്നതും தேரோட்டமா நிகழ்காலம் நீ எனவே காதல் கூறி கைப்பிடித்து கூட்டி சென்றதா சின்ன தூரல் അച്ഛൻ ഭയങ്കര സൈലന്റ് ആണ്, പക്ഷെ ഭയങ്കര സ്നേഹം എനിക്കറിയാവൂ. അത് ആള് തന്നെ അധികം പ്രകടിപ്പിക്കില്ല. ആള് എല്ലാം നമ്മൾ വെറുതെ നിന്നെങ്കിൽ നമുക്ക് എന്താണ് വേണ്ടതെന്ന് ആള് അറിഞ്ഞത് ചെയ്തു തരും. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അമ്മ എന്താ പറയാ, ഭയങ്കര സംസാരമാണ്. എന്നെ പോലെ തന്നെയാണ് എനിക്ക് തോന്നിയിട്ട്. ഞാനും അമ്മയും കൂടി നല്ല കമ്പനിയാണ്. நெடிலான காதலா முகையந்தன் வாசம்தான் உன் மழைக்கால சாரலா எழுதாத உந்தன் தாளில் இனி எந்தன் பாடலா அழகான நாட்கள் மெல்ல ஒரு